വട്ടിയൂർക്കാവിൻ്റെ ആവർത്തനമായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നു. സന്ദീപ് വാര്യർ BJP ആണോ BJPയുടെ രാഷ്ട്രീയമാണോ ഉപേക്ഷിച്ചത് എന്ന് ഭാവിയിൽ അറിയാൻ കഴിയുമെന്നും മന്ത്രി റിയാസ് 24-നോട് പറഞ്ഞു. വട്ടിയൂർക്കാവ് ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MLA MP ആയതിൻ്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3-ാം സ്ഥാനത്തായിരുന്നു ഞങ്ങൾ വിജയിച്ചു വന്നു. വട്ടിയൂർക്കാവിൻ്റെ ഒരു ആവർത്തനമായിരിക്കും, വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേർഷൻ 2 ആയിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഞങ്ങളവിടെ ജയിച്ചു വരും, അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, പാലക്കാട് ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ക്വാളിഫിക്കേഷനൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായി കുറേ വോട്ട് ആ നിലയിലും വരും. ഈ അവസാന മണിക്കൂറുകളിലെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അത് CPM സംബന്ധിച്ചേറെ പ്രതിരോധത്തിലായിരുന്നു. കാരണം സരിന് ലഭിച്ചപ്പോൾ വലിയ ആവേശമായിരുന്നു ഇടത് ക്യാമ്പിൽ. ഇപ്പോൾ കോൺഗ്രസ് അതിനേക്കാൾ വലിയ ആവേശത്തിലാണ്. അല്ല, എനിക്ക് കോൺഗ്രസ്സിലെ ചിലരുടെ പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതാണ്. രണ്ടും ഒരുപോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വിഷം തുപ്പുന്ന മതവർഗീയ പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം BJP ആണോ ഉപേക്ഷിച്ചത്, BJPയുടെ രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിച്ചതെന്ന് ഭാവിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കേണ്ട കാര്യമാണ്. BJPയുടെ രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പോകേണ്ട ഇടം തെറ്റിപ്പോയെന്ന് മാത്രം. കാരണം മതവർഗീയ രാഷ്ട്രീയത്തെ താലോലിച്ച് വളർത്തുന്നവരാണ് കോൺഗ്രസ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസാരിക്കുകയായിരുന്നു. ചന്ദ്രൻ ചെറിയിൽ പറയുന്നു, കൊട്ടേഷൻ സംഘത്തെ ഇറക്കി ഹർത്താൽ വിജയിപ്പിക്കണം. എൻ്റെ അയ്യോ. ഷാഹുൽ ഹമീദ് പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ പക്കാ കോൺഗ്രസ്സുകാരനായിരിക്കണം. ഹർത്താലിൽ വാഹനങ്ങൾ തടയുന്നത് ശരിയല്ല, എൻ്റെ അഭിപ്രായമാണ്. നാശനഷ്ടങ്ങൾ വരുന്നതും ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല എന്നാണ്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ തടയുന്നതും കടകൾ അടപ്പിക്കുന്നതും തന്നെ പുതിയ കാലത്ത് ശരിയാണോ എന്ന് ആലോചിക്കണം. കാരണം ഈ കടക്കാരൊക്കെ അവർ ജീവിച്ചു പോകാൻ വലിയ പാടുപെടുന്ന കാലമാണ്. സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് ഈ ഹർത്താലുകൾ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ അടപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കച്ചവടം തന്നെ ആൾ ഉപേക്ഷിച്ച് പോകുന്നൊരു കാലത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കച്ചവടക്കാർക്ക് ഇത് കഷ്ടകാലമാണ്. ആ സമയത്ത് കടകൾ അടപ്പിക്കാനും കൂടി ഇറങ്ങിയാൽ അവരുടെ അവസ്ഥ പരിതാപകരമാകും.